മലയാളികൾക്ക് കർക്കിടക മാസം, അതായത് രാമായണ മാസം എന്നത് ശാരീരികമായും മാനസികമായും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കനത്ത മഴയും രോഗഭീഷണിയും നിറഞ്ഞ ഈ സമയത്ത് ആരോഗ്യ സംരക്ഷണത്തിനും ആത്മീയതയ്ക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. ഭക്ഷണകാര്യത്തിലാണെങ്കിൽ ലഘുഭക്ഷണം ശീലമാക്കണം. മഴക്കാലത്ത് ദഹനശക്തി കുറവായിരിക്കും. അതിനാൽ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാനും വാതകഫ രോഗങ്ങളെ പ്രതിരോധിക്കാനും കർക്കിടകക്കഞ്ഞി കുടിക്കുന്നത് അത്യുത്തമമാണ്. ഉലുവ, ജീരകം, ആശാളി, വിവിധ തരം ഔഷധച്ചെടികളുടെ നീര് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്നതാണ് അത്യുത്തമം. കഴിവതും തണുത്ത ആഹാരം ഒഴിവാക്കുന്നതാണ് നല്ലത്. ചൂടുള്ള ആഹാരവും തിളപ്പിച്ചാറ്റിയ വെള്ളവും, അതായത് ചുക്കുവെള്ളം, പതിമുഖം അങ്ങനെ തിളപ്പിക്കുന്ന വെള്ളം കുടിക്കുന്നതാണ് ഉത്തമം. കർക്കിടകത്തിൽ 10 ഇലക്കറി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശാരീരികമായ ശുചിത്വവും ആരോഗ്യ പരിചരണവും ഈ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. താള്, തകര, ചേമ്പ്, മുള്ളൻചീര, ആനക്കൊടിത്തൂവ, നെയ്യുണ്ണി, കുമ്പളത്തില, മത്തയില, കോവലില, മധുരച്ചീരയില എന്നിവയൊക്കെ 10 ഇല തോരനിൽ പെടുന്നവയാണ്. കർക്കിടകത്തിൽ 10 ഇലകൾ ചേർത്തുള്ള കറി കഴിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും. നാരുകളാൽ സമ്പുഷ്ടമാണ് താള്. ദഹനം സുഗമമാക്കാൻ താള് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ 10 ഇലകളിൽ അത്യുത്തമമാണ് താള്. രണ്ടാമത്തത് തകരയാണ്. മലബന്ധം മാറാനും ചർമ്മരോഗങ്ങൾക്കും നല്ലതാണ് തകര. പിന്നെയുള്ളത് ചേനയിലയാണ്. വൈറ്റമിനുകളാൽ സമ്പുഷ്ടമാണ് ചേനയില. കുമ്പളത്തില ശരീരത്തിന് തണുപ്പ് നൽകാനും മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉത്തമമാണ് കുമ്പളത്തില. പിന്നെയുള്ള മത്തനിലയാണ്. പ്രതിരോധശേഷി കൂട്ടാൻ മത്തനില വളരെയധികം സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വെള്ളരിയുടെ ഇല. വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന അത്യുത്തമമായ ഔഷധമാണ് തൊട്ടാവാടി. പ്രമേഹം പോലുള്ള അവസ്ഥകൾക്ക് നിയന്ത്രണം നൽകാൻ നല്ലതാണ് കോവലില. തഴുതാമയുടെ ഇലയും അത്യുത്തമമാണ്. കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്ന ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൂവാംകുറുന്നില പനി കുറയ്ക്കാനും രക്തശുദ്ധീകരണത്തിനും സഹായിക്കുന്ന ഒന്നാണ് പൂവാംകുറുന്നില. കീഴാർനെല്ലി കരളിൻ്റെ ആരോഗ്യത്തിന് അത്യുത്തമമായ ഒന്നാണ് കീഴാർനെല്ലി. മുക്കുറ്റി വയറിളക്കവും അൾസർ പോലുള്ള രോഗങ്ങൾക്കും കിഡ്നി സ്റ്റോണിനും ഉത്തമമാണ്. നിലപ്പന ശാരീരിക പുഷ്ടിക്കും ഉന്മേഷത്തിനും ഉത്തമമാണ്. മുയൽ ചെവിയൻ തൊണ്ടവേദന, ചുമ പോലുള്ള രോഗങ്ങൾക്ക് അത്യുത്തമമാണ്. ചെറുള വൃക്കയുടെ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഔഷധമാണ് ചെറുള. മൂത്രസംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ചെറുള അതീവ ഉത്തമമാണ്. കയ്യോന്നി മുടിയുടെ വളർച്ചയ്ക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കയ്യോന്നി. വള്ളി ഉഴുന്ന ബുദ്ധിശക്തിക്കും നാഡീവ്യൂഹത്തിൻ്റെ നല്ല പ്രവർത്തനത്തിനും വള്ളി ഉഴുന്ന അത്യുത്തമമായ ഒരു ഔഷധമാണ്. കറുക ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും മുറിവുകൾ ഉണങ്ങാനും കറുക വളരെ നല്ലതാണ്. തിരുതാളി സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തിരുതാളി. ഇതൊക്കെയാണ് ദശപുഷ്പങ്ങൾ. കർക്കിടക കഞ്ഞിയിലെ അതിപ്രധാനമായ ഒന്നാണ് നവരയരി. ഒരേ സമയം ഭക്ഷണമായും ഔഷധമായും എല്ലാം ഉപയോഗിക്കുന്ന ഒന്നാണ് ഞവരയരി. സ്ഥിരമായി ഞവര ഉപയോഗിച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന ജരാനരകൾ വരെ മാറി നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഞവര, നവര, ഞവര കുഞ്ച എന്നൊക്കെ പറയപ്പെടുന്നു. ശരീരത്തിന് ബലവും പ്രതിരോധശേഷിയും കൂട്ടാൻ ഞവര സഹായിക്കുന്നു. മുടികൊഴിച്ചിൽ, മുലക്കുരു മാറാനും വാതരോഗത്തിനും ഉത്തമമാണ്. ജോയിൻറ്റ് പെയിൻ ശരീരവേദന ശമിക്കുവാനും കുഞ്ഞുങ്ങൾക്കും ഇൻറ്റേർണൽ മുറിവുകൾ ഉണങ്ങാനും പ്രമേഹ രോഗികൾക്കും മുഖക്കുരു, പാടുകൾ, ചുളിവുകൾ എന്നിവയൊക്കെ മാറാൻ എല്ലാം ഞവര അത്യുത്തമമാണ്. നടുവേദന, കൊളസ്ട്രോൾ,
എന്നിവ കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഞവര കഞ്ഞി കുടിക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ അത്യുത്തമമാണ്. ഒരേപോലെ തന്നെ ഭക്ഷണമായും മരുന്നായും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ. ഉലുവ ഉപയോഗിച്ചുകൊണ്ട് ഉലുവക്കഞ്ഞിയും ഉലുവപ്പാലും ഉലുവ ലേഹ്യം, ഉലുവ പെരളൻ ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിനും നടുവേദനയ്ക്കും രോഗപ്രതിരോധ ശേഷിയും എല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ തടയാൻ ഉലുവ വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. ദഹനക്കേടിനും നെഞ്ചെരിച്ചിലിനും പിന്നെ കൂടാതെ നമ്മുടെ ശരീരത്തിലെ ഉയർന്ന കൊളസ്ട്രോൾ ലെവലിനെ നിയന്ത്രിക്കാനും നല്ല കൊളസ്ട്രോൾ ലെവൽ കൂട്ടാനൊക്കെ ഉലുവ വളരെ നല്ലതാണ്. ഷുഗർ ലെവൽ കുറയ്ക്കാനും ഉലുവ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒന്നാണ് കറുത്ത എള്ള്. നമ്മുടെ മസിലുകൾക്കും ശോഷിപ്പിനും ശരീരത്തിന് ബലം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് കറുത്ത എള്ള്. കറുത്ത എള്ളുപയോഗിച്ച് എള്ളുണ്ട, പിന്നെ അതുപോലെ തന്നെ എള്ളുപയോഗിച്ചു കൊണ്ടുള്ള ലേഹ്യങ്ങൾ ഒക്കെ തയ്യാറാക്കി കഴിക്കുന്നതും വളരെ നല്ലതാണ്. ശരീരത്തിലുണ്ടാകുന്ന പ്രോട്ടീൻ കുറവിനെ കുറയ്ക്കാൻ എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ്. എള്ളിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. വായുടെയും തൊണ്ടയുടെയും രോഗങ്ങൾക്ക് ഒരു നല്ല മരുന്നാണ് എള്ള്. ആർത്തവവേദനയും ഗർഭിണികൾക്ക് എള്ള് ഒത്തിരി ഉപയോഗിക്കാൻ ഉത്തമമല്ല എങ്കിലും രക്തക്കുറവിനും ശരീര സൗന്ദര്യത്തിനും എല്ലിൻ്റെ ബലത്തിനും എള്ള് വളരെ നല്ലതാണ്. ധാരാളം പയറുവർഗ്ഗങ്ങൾ നാം കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ പയർവർഗ്ഗങ്ങൾ വളരെയധികം സഹായിക്കും. ധാരാളം പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ചെറുപയർ. ദഹനത്തെ സഹായിക്കാനും ശരീരഭാരം കുറയ്ക്കാനും മികച്ച ഒന്നാണ്. ഇത് ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ആയുർവേദ പ്രകാരം ശരീരബലം കൂട്ടാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ചെറുപയർ. ഹൃദയരോഗം മെച്ചപ്പെടുത്താനും ദഹന പ്രക്രിയ എളുപ്പമാക്കാനും ഇത് സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ ചെറുപയർ ഉത്തമമാണ്. നമ്മുടെ കൊടിത്തൂവ, ചൊറിയണം എന്ന് പറയുന്ന നമ്മൾ തൊടിയിലൊക്കെ കാണുന്ന നമ്മൾ കളയായി വലിച്ചെറിയുന്ന സസ്യമാണ് അതീവ ഔഷധ ഗുണമുള്ളത്. കാൽസ്യം, അയൺ, വൈറ്റമിനുകൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ ഇലകൾ. എല്ലുകളുടെ ആരോഗ്യത്തിനും ഉത്തമമാണ്. കാൽസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ സന്ധിവേദന, എല്ലു തേയ്മാനം എന്നിവ മാറാൻ ഈ കൊടിത്തൂവ സഹായിക്കും. അയൺ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച തടയാനും മികച്ച ഒന്നാണ്. ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയവ അകറ്റി ദഹനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. ശരീരത്തിലെ അമിതമായ കൊഴുപ്പ് പുറന്തള്ളാൻ കൊടിത്തൂവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൊടിത്തൂവയുടെ വേരുപയോഗിച്ചുണ്ടാക്കുന്ന കഷായം പനി, ചുമ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് വളരെ നല്ലതാണ്. രക്തശുദ്ധി വരുത്താനും മൂത്രത്തിലെ കല്ല്, യൂറിനറി ഇൻഫെക്ഷൻ, ആർത്തവ പ്രശ്നങ്ങൾ, സന്ധിവേദന, പ്രമേഹം എന്നിവയൊക്കെ നിയന്ത്രിക്കാനുള്ള ഉത്തമമായ ഒരു മരുന്നാണ് കൊടിത്തൂവ. ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാനും വിളർച്ച തടയാനും ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഔഷധത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ കൊടങ്ങൽ. തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കാനും ഏകാഗ്രതയും ഓർമ്മശക്തിയും കൂട്ടാനും കുട്ടികൾക്ക് ബ്രെയിൻ ടോണിക്കായി ഉപയോഗിക്കാനും കൊടങ്ങൽ ഉത്തമമായ ഒരു ഔഷധം തന്നെയാണ്. നാരുകൾ, പ്രോട്ടീൻ, വിറ്റാമിൻ ഇ, മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ബദാം. ബദാമും ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് വളരെ നല്ലതാണ്. ഊർജ്ജനില നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ബദാം. ബദാമിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നു. ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും നല്ല കൊളസ്ട്രോളിൻ്റെ ആരോഗ്യകരമായ അളവ് കൂട്ടാനും ബദാം നല്ലതാണ്. ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ആരോഗ്യത്തിന് നല്ലതാണ്. ബദാമിലെ വിറ്റാമിൻ ഇ ചർമ്മത്തെ മിനുസമാർന്നതും മൃദുലമാക്കാനും സഹായിക്കുന്നു. തലമുടി കൊഴിച്ചിൽ തടയുന്നതിനും സഹായിക്കുന്നു. ബദാം രാവിലെ കുതിർത്ത് ഒരു 3-4 കഴിക്കുന്നു. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്താനും
തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താനും ബദാം കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ്. എല്ലുകൾക്ക് ബലം നൽകാനും ബദാം നമ്മളെ സഹായിക്കുന്നു. ഗ്യാസ് ട്രബിൾ, ഛർദി, ശരീരഭാരം കുറയ്ക്കാനൊക്കെ വയറിലെ കൊഴുത്തിപ്പിടുത്തം മാറാനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് അയമോദകം. അയമോദകവും നമ്മൾ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ മരുന്ന് കൂട്ടിൽ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. അയമോദകം നല്ലൊരു മരുന്നാണ്. ധാരാളം ഫൈബേഴ്സും മിനറൽസും വിറ്റാമിൻസും ആൻറ്റി ഓക്സിഡൻറ്റും എല്ലാം തന്നെ അടങ്ങിയ ഒന്നാണ് അയമോദകം. കർക്കിടക മാസം കഞ്ഞിക്കൂട്ടിലെ ഒന്നാണ് ഉപയോഗിക്കുന്ന മരുന്നാണ് ആശാളി. ആശാളി കാണുമ്പോൾ റാഗിയുമായി സാമ്യം തോന്നും. കർക്കിടക കൂട്ടുകളിലും പ്രസവരക്ഷാ മരുന്നുകളിലും ഉപയോഗിക്കുന്ന ഒന്നാണ് ആശാളി. മുടിയുടെ ആരോഗ്യത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നല്ല മരുന്നാണ് ആശാളി. ഊർജം പ്രദാനം ചെയ്യുന്നു. വൈറ്റമിൻ കെ അടങ്ങിയതിനാൽ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനൊക്കെ ഉത്തമമായ മരുന്നാണ് ആശാളി. കാഴ്ചശക്തി കൂട്ടുന്നതിനും അതുപോലെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനും ആശാളി സഹായിക്കുന്നു. സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അയൺ അടങ്ങിയിരിക്കുന്നതിനാൽ അനീമിയ ഉള്ളവർക്കും ഉത്തമമാണ്. നെല്ലിക്ക കൊണ്ടുള്ള ലേഹ്യങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതും വളരെ ഉത്തമമാണ്. വൈറ്റമിൻ സിയുടെ കലവറയായ നെല്ലിക്ക നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് തടയാനും ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാനും മുഖത്തെ കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. അതിലെ ഒരുപാട് കൊളാജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്കിൻ ചുളിവുകൾ കുറയ്ക്കാൻ നെല്ലിക്ക നമ്മളെ സഹായിക്കും. ഈ രാമായണ മാസത്തിൽ ആരോഗ്യകരമായിട്ടും ഈ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഔഷധ ഗുണമൂല്യമുള്ള ഔഷധക്കഞ്ഞിയും ഔഷധ സസ്യങ്ങളും പത്തിലത്തോരനും ദശപുഷ്പങ്ങളും ഒക്കെ അടങ്ങിയ ഔഷധപരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി വളരെയധികം സന്തോഷപൂർണവും ആരോഗ്യകരമായിട്ടുള്ള ഒരു രാമായണ കർക്കിടക മാസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.